നിയമലംഘകര് നിയമനിർമ്മാതാക്കളാകരുത്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കുറ്റവാളികളായ രാഷ്ട്രീയക്കാര് നിയമനിർമ്മാണ സഭകളിലെത്തുന്ന സ്ഥിതിവിശേഷം. ഇതിന് തടയിടേണ്ടത് അനിവാര്യമാണ്. പക്ഷേ പൂച്ചക്കാര് മണികെട്ടും. ക്രിമിനലുകളായ ജനപ്രതിനിധികളെ ശിക്ഷിക്കുന്നതിലും അയോഗ്യരാക്കുന്നതിലും കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ എന്നും വിയോജിപ്പാണ് പ്രകടിപ്പിക്കാറുള്ളത്. പാർലമെന്റിലും നിയമസഭകളിലും ഒരു വിഭാഗം ക്രിമിനലുകളാകുമ്പോൾ മറിച്ചൊരു നിലപാട് പ്രതീക്ഷിക്കാവുന്നതുമല്ല. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിലും കേന്ദ്ര സർക്കാർ നിലപാട് വ്യത്യസ്തമല്ല. ആജീവനാന്ത വിലക്ക് കഠിനമാണെന്നും നിലവിലുള്ള 6 വർഷ അയോഗ്യത മതിയെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അയോഗ്യതാ കാലയളവ് തീരുമാനിക്കുന്നത് പാർലമെന്റിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും ഇക്കാര്യത്തിൽ പാർലമെന്റ് യുക്തിസഹമായ തീരുമാനങ്ങളെടുക്കാറുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. രാജ്യത്ത് ക്രമസമാധാനം ഉറപ്പാക്കുന്നതുൾപ്പെടെ ജനങ്ങളുടെ സ്വസ്ഥജീവിതം ഉറപ്പുവരുത്താന് ബാധ്യതപ്പെട്ടവരാണ് എംപിമാരും എംഎൽഎമാരും. കുറ്റകൃത്യങ്ങളിൽ നിന്നകന്ന് സംശുദ്ധ ജീവിതം നയിക്കുന്ന ജനപ്രതിനിധികൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ കാര്യക്ഷമവും ഉറച്ചതുമായ നിലപാട് സ്വീകരിക്കാനാകുകയുള്ളൂ. നിയമലംഘകര് നിയമനിർമ്മാതാക്കളാകുമ്പോൾ എങ്ങനെയാണ് സദ്ഭരണം പ്രതീക്ഷിക്കാനാകുക? രാഷ്ട്രീയ രംഗത്തെ സംശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിൽ കരുതൽ വേണമെന്നും രാഷ്ട്രീയത്തിൽ ക്രിമിനലുകൾ എത്തിപ്പെടാതിരിക്കാൻ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരണമെന്നും സുപ്രീം കോടതി പലപ്പോഴും ആവശ്യപ്പെട്ടതാണ്. ശിക്ഷിക്കപ്പെട്ടവരെ മാത്രമല്ല, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് വിചാരണ നേരിടുന്നവരെയും പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയാനും നിയമനിർമ്മാണം നടത്തണമെന്ന് 2018 ജസ്റ്റിസുമാരായ ദീപക് മിശ്ര, റോഹിംഗൻ നരിമാന്, എം കാൻവിൽക്കര്, DY ചന്ദ്രചൂഡ് എന്നിവരുൾപ്പെട്ട സുപ്രീംകോടതി ബഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. ജനപ്രതിനിധികളുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് കോടതിക്ക് പരിമിതികളുണ്ട്. സർക്കാരും കമ്മീഷനുമാണ് ഇതു സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. നിലവിലെ ജനപ്രാതിനിധ്യ നിയമ 1951-ലെ 8-9 വകുപ്പുകളനുസരിച്ച് കുറഞ്ഞ കാലയളവിലേക്ക് മാത്രമാണ് ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട എംപിമാർക്കും എംഎൽഎമാർക്കും അയോഗ്യത കൽപ്പിക്കപ്പെടുന്നത്. 8-ാം വകുപ്പനുസരിച്ച് ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തീയതി മുതൽ 6 വർഷമോ തടവുശിക്ഷ ലഭിച്ചാൽ ജയില് മോചിതമായ തീയതി മുതൽ 6 വർഷമോ ആണ് അയോഗ്യത. വകുപ്പ് 9 പ്രകാരം അഴിമതിയോ സംസ്ഥാനത്തോടുള്ള വിശ്വാസവഞ്ചനയോ കാരണം പിരിച്ചുവിടപ്പെട്ട ജനപ്രതിനിധികൾക്ക് ശിക്ഷയ്ക്ക് വിധേയമായ കാലാവധി മുതൽ 5 വർഷമാണ് അയോഗ്യത. ഇക്കാലയളവ് കഴിഞ്ഞാൽ പിന്നെയും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പാർലമെന്റിലും നിയമസഭയിലും കയറിപ്പറ്റാവുന്നതാണ്. ശിക്ഷയിലെ ഈ മൃദുത്വം കാരണമാണ് രാഷ്ട്രീയത്തിൽ ക്രിമിനലുകൾ വർദ്ധിക്കുന്നത്. ആജീവനാന്തം അയോഗ്യത കൽപ്പിക്കുന്നത് കഠിനമാണെന്നു പറയുന്ന സർക്കാർ രാഷ്ട്രീയ ക്രിമിനലുകൾ ചെയ്യുന്ന കുറ്റത്തിന്റെ ഗൗരവവും കാഠിന്യവും കണ്ടില്ലെന്നു നടിക്കരുത്. 18-ാം ലോക്സഭയിൽ എത്തിയ എംപിമാരിൽ 251 പേരും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. ഇവരിൽ തന്നെ 170 പേരുടെ പേരിൽ കൊലപാതക ശ്രമം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങി ഗൗരവതരമായ കുറ്റകൃത്യങ്ങളാണ് ചുമത്തപ്പെട്ടത്. BJP എംപിമാരിൽ 39% പേർക്കും കോൺഗ്രസ് എംപിമാരിൽ 49% പേർക്കും സമാജ്വാദി പാർട്ടി എംപിമാരിൽ 45% പേർക്കുമെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. 17-ാം ലോക്സഭയിൽ 159 ആയിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ എണ്ണം. 2009 മുതൽ കണക്കെടുക്കുമ്പോൾ 15 വർഷത്തിനുള്ളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളുള്ള എംപിമാരുടെ എണ്ണത്തിലുണ്ടായ വർധന 124%. സംശുദ്ധ രാഷ്ട്രീയവും ഭരണവുമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ജനോപകാരപ്രദവും നാടിന് ഗുണകരവുമായ പ്രവർത്തനങ്ങളിലൂടെ ജനവിശ്വാസമാർജിച്ച് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകാത്ത സാഹചര്യത്തില് മസിൽ പവറും കള്ളപ്പണവുമാണ് ജയിച്ചു കയറാനുള്ള മാർഗമായി ഉപയോഗപ്പെടുത്തുന്നത്. ഈ ലക്ഷ്യത്തിൽ രാഷ്ട്രീയ എതിരാളികളുടെ ഉന്മൂലനത്തിന് പോലും മടിക്കുന്നില്ല. കേരളത്തിൽ 6 MP നേതാവ് TP ചന്ദ്രശേഖരന് കൊല്ലപ്പെടാനിടയായ സാഹചര്യം വ്യക്തമാണ്. ബൂത്ത് പിടിത്തവും വിദ്വേഷ പ്രസംഗത്തിലൂടെ വർഗീയ വികാരം ഇളക്കിവിടലും പതിവു സംഭവങ്ങള്. ഗുണ്ടാസംഘങ്ങളും മാരകമായ ബോംബ് സംസ്കാരവും ആയുധശേഖരവും കക്ഷിരാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ പ്രതിജ്ഞാബദ്ധമായതിനാൽ ക്രിമിനലുകൾക്ക് ആരെയും ഭയക്കേണ്ടതുമില്ല. കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവര് പോലും രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നതിന്റെ പശ്ചാത്തലമിതാണ്. രാഷ്ട്രീയത്തിലെ ക്രിമിനൽവൽക്കരണത്തിന് ഉത്തരവാദികൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളാണെന്ന് നിയമ കമ്മീഷന് ചൂണ്ടിക്കാട്ടിയത് ശ്രദ്ധേയം. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കുറ്റവാളികളായ രാഷ്ട്രീയക്കാര് നിയമനിർമ്മാണ സഭകളിലെത്തുന്ന സ്ഥിതിവിശേഷം. ഇതിന് തടയിടേണ്ടത് അനിവാര്യമാണ്. പക്ഷേ പൂച്ചക്കാര് മണികെട്ടും.